I'd also like to welcome the young lady over there holding up that picture. That one. അവിടെയുള്ള ഒരു പെൺകുട്ടി, ആ ചിത്രം ഉയർത്തി കാണിക്കുന്ന ആ പെൺകുട്ടിയെ ഞാൻ കാണുകയാണ്. As Benyan ji just said, this is not simply a fight between the UDF and the LDF. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ഇടയ്ക്കുള്ള ഒരു സാധാരണ മത്സരം, പോരാട്ടം മാത്രമല്ല. This is actually a fight between the UDF and a partnership between Narendra Modi and the Chief Minister. ഇത് യഥാർത്ഥത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണി ഒരു വശത്തും മറുവശത്ത് നിങ്ങളുടെ മുഖ്യമന്ത്രിയും നരേന്ദ്രമോദിയും തമ്മിലുള്ള പങ്കാളിത്തത്തിനെതിരെയുള്ള ഒരു മത്സരമാണിത്. The LDF is Left Democratic Front. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ലെഫ്റ്റ്, ഇടതു ഡെമോക്രാറ്റിക് ജനാധിപത്യ ഫ്രണ്ട് മുന്നണിയാണ്. They are neither left nor democratic. പക്ഷേ അവര് ഇടതുമല്ല ജനാധിപത്യ സ്വഭാവമുള്ളതുമല്ല. They do not follow left policies and they certainly do not follow democratic policies. അവരൊരിക്കലും ഇടതുപക്ഷ നയം പിന്തുടരുന്നില്ല. നിശ്ചിതമായി ഞാൻ പറയട്ടെ, അവർ അതുപോലെ ജനാധിപത്യവും പിന്തുടരുന്നവരല്ല. In fact, if you ask any left front worker, they will tell you that the left front is no longer a left party. ഒരർത്ഥത്തിൽ നിങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഏതെങ്കിലും പ്രവർത്തകരോട് ചോദിച്ചു നോക്കുക, അവർ പറയും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഇപ്പോൾ ഇടതല്ല എന്ന് തന്നെ അവർ പറയും. For the first time, there are senior leaders from the LDF who are being supported by the UDF. നിങ്ങൾക്കറിയുമോ, ആദ്യമായിട്ടാണ് ഇടതുപക്ഷത്തിൽ മുൻപ് പ്രവർത്തിച്ചിരുന്ന പല മുതിർന്ന നേതാക്കളും ഇന്ന് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് ആദ്യമായിട്ടാണ്. These are not opportunistic people. They are deeply ideological people. ഇവരാരും അവസരവാദപരമായി പ്രവർത്തിക്കുന്ന ആളുകളല്ല. ഇവർ ആഴത്തിൽ പ്രത്യയശാസ്ത്രപരമായ ബോധ്യമുള്ള ആളുകളാണിവർ. And when you ask them, why have you left the LDF? Why are you fighting an election supported by the UDF? The answer is, there is nothing known as the LDF. അവരോട് നിങ്ങൾ ചോദിക്കുകയാണ്, നിങ്ങൾ എന്തിനാണ് ഇടതുപക്ഷ മുന്നണി വിട്ടത്, എന്തുകൊണ്ടാണ് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ പിന്തുണയിൽ നിങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് നേരിടുന്നത് ചോദിക്കുമ്പോൾ അവർ പറയും, ഇപ്പോൾ ഇടത്തായി ഒന്നുമില്ല എന്നാണ് അവർ പറയുന്നത്. And the second point they make is the worst political force in India is the RSS and the BJP. അവർ രണ്ടാമത് പറയുന്ന കാര്യം എന്ന് പറയുന്നത്, ഈ രാജ്യത്തെ ഏറ്റവും മോശമായ രാഷ്ട്രീയ ശക്തി എന്ന് പറയുന്നത് RSSഉം BJPയുമാണ്. It is a force that attacks minorities, attacks Christians, Muslims, Sikhs across the country. ആ ശക്തി എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളെ ആക്രമിക്കുന്ന, രാജ്യത്തെ ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സിഖുകളെയും രാജ്യം മുഴുവൻ ആക്രമിക്കുന്ന ഒരു രാഷ്ട്രീയ ശക്തിയാണ്. It has created a civil war in Manipur. മണിപ്പൂരിൽ അവരൊരു ആഭ്യന്തര യുദ്ധം ഉണ്ടാക്കിയിരിക്കുകയാണ്. Where churches have been systematically targeted. വ്യവസ്ഥാപിതമായി പള്ളികളെ ആക്രമിക്കുന്ന രീതിയിലുള്ള ആക്രമണമാണ് മണിപ്പൂരിൽ നടക്കുന്നത്. It assaults nurses from Kerala when they work in Chhattisgarh. അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് ഛത്തീസ്ഗഡിൽ പ്രവർത്തിക്കുന്ന നഴ്സുമാര് അവിടെ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. These people who have left the LDF have left it also because they do not appreciate the partnership with the BJP. എന്തുകൊണ്ടാണ് ഇടതുപക്ഷത്തിൽ നിന്ന് പുറത്തു വന്ന ഇടതുപക്ഷ നേതാക്കൾ ഇടതുപക്ഷത്തെ വിട്ടത്? അവര് ഇപ്പോഴത്തെ ഇടതിന് BJPയുമായിട്ടുള്ള പങ്കാളിത്തത്തെ അവർ അംഗീകരിക്കാത്തത് കൊണ്ടുകൂടിയാണ്. You might say to me that this is a very big allegation. ഒരുപക്ഷെ നിങ്ങൾ എന്നോട് പറയുന്നുണ്ടായിരിക്കാം, നിങ്ങൾ ഉന്നയിക്കുന്നത് വലിയൊരു ആരോപണമാണെന്ന്. What is the proof? ഇതിന്റെ തെളിവെന്താണ്? I will tell you the proof. ഞാൻ നിങ്ങളോട് അതിന്റെ തെളിവ് പറഞ്ഞു തരാം. The first proof is that in every single speech Narendra Modi used to talk about religion, temples, God. ആദ്യത്തെ തെളിവെന്ന് പറഞ്ഞാൽ എല്ലാ പ്രസംഗങ്ങളിലും നരേന്ദ്രമോദി അമ്പലങ്ങളെക്കുറിച്ചും മതത്തെക്കുറിച്ചും ദൈവത്തെക്കുറിച്ചും സംസാരിക്കും. The CPM leaders stole gold from Sabrimala.
ശബരിമല ക്ഷേത്രത്തിൽ നിന്ന് CPM-ന്റെ നേതാക്കൾ സ്വർണം മോഷ്ടിക്കുകയാണ് ചെയ്തത്. Imagine. Imagine. They didn't just go and steal gold from somebody. They stole gold from the house of Ayyappaji. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, അവര് വെറുതെ ആരുടെയെങ്കിലും അടുത്തു നല്ല സ്വർണം കട്ടെടുത്തത്. ശബരിമല ശാസ്താവിന്റെ ക്ഷേത്രത്തിൽ നിന്നാണ് അവര് സ്വർണം കട്ടെടുത്തത്. And they replaced it with brass. അതില്ല, അത് മാത്രമല്ല, അതിന് പകരം അവിടെ ചെമ്പ് വെക്കുകയും ചെയ്തു. Imagine these people are stealing from a god. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ദൈവത്തിന്റെ അടുത്തു നിന്നാണ് ഈ ആളുകൾ മോഷ്ടിക്കുന്നതിനെ കുറിച്ച് ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. And Narendra Modi has nothing to say. അത് മാത്രമല്ല, നരേന്ദ്രമോദിക്ക് ഇതിനെ കുറിച്ച് ഒന്നും പറയാനില്ല. In one of his speeches, Narendra Modi hasn't raised this issue. ഏതെങ്കിലും ഒരു തന്റെ പ്രസംഗത്തിൽ ഈ പ്രശ്നത്തെ കുറിച്ച് നരേന്ദ്രമോദി സംസാരിച്ചിട്ടുണ്ടോ? In every single speech, he's talking about God, religion. And then when it comes to Sabrimala, when it comes to the left front's actions, he's quiet. എല്ലാ പ്രസംഗങ്ങളും അദ്ദേഹം ദൈവത്തെക്കുറിച്ചും മതത്തെക്കുറിച്ചും ഇങ്ങനെ സംസാരിക്കും. പക്ഷെ ശബരിമലയുടെ കാര്യം വന്നപ്പോൾ, ഇടതുപക്ഷ മുന്നണിയെ കുറിച്ച് പറയേണ്ട സാഹചര്യം വന്നപ്പോൾ അദ്ദേഹത്തിന് ഒന്നും പറയാനില്ല. No action has been taken on the people who did this, but he's quiet. ഇത് ചെയ്ത ആളുകൾക്കെതിരെ ഒരു നടപടി എടുത്തിട്ടില്ല. പക്ഷെ നരേന്ദ്രമോദി നിശബ്ദനായിരിക്കുകയാണ്. And the second proof, I fight the BJP. I have 36 cases on me. My government house was taken away. My Lok Sabha membership was taken away. I've been interrogated by ED for 55 hours. Every day they attack me. രണ്ടാമത്തെ തെളിവെന്ന് പറയുന്നത്, എനിക്കെതിരെ ഈ രാജ്യത്ത് 36 കേസുകളുണ്ട്. ഞാൻ BJP RSS-നെ എല്ലാ ദിവസവും ആക്രമിച്ചുകൊണ്ടിരിക്കുന്നു. എന്റെ ഔദ്യോഗിക വസതി അവർ എടുത്തു മാറ്റി. എന്റെ ലോക്സഭാ അംഗത്വം അവർ റദ്ദാക്കി. ഞാൻ എല്ലാ നിമിഷവും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. The whole of Kerala knows that the chief minister and his family are corrupt. കേരളത്തിന് മുഴുവൻ അറിയാം, കേരളത്തിന്റെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും അഴിമതിക്കാരാണെന്ന് കേരളത്തിന് മുഴുവനും അറിയാം. Everybody knows that the chief minister does not sleep at night because of the corruption done by his family members. കാരണം എല്ലാവർക്കും അറിയാം, അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ ചെയ്തിരിക്കുന്ന അഴിമതി എന്താണെന്നുള്ളത്. മുഖ്യമന്ത്രിക്ക് അതിന്റെ പങ്കിനെ കുറിച്ചും എല്ലാവർക്കും അറിയാം. How come Narendra Modi has taken no action on the chief minister and his family? എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി മുഖ്യമന്ത്രിക്കെതിരെയും അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെയും ഇതുവരെ ഒരു നടപടിയും How എടുക്കാത്തത്? come Narendra Modi doesn't say that the chief minister of Kerala and his family are corrupt? കേരളത്തിലെ മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ കുടുംബവും അഴിമതിക്കാരാണെന്ന് എന്തുകൊണ്ടാണ് നരേന്ദ്രമോദി പറയാത്തത്? The reason is very simple. അതിന് കാരണം വളരെ ലളിതമാണ്. He uses that to control the chief minister of Kerala. കാരണം കേരളത്തിലെ മുഖ്യമന്ത്രിയെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി നരേന്ദ്രമോദി ഈ കാരണമാണ് ഉപയോഗിക്കുന്നത്. Donald Trump says that Narendra Modi calls me sir. ഡൊണാൾഡ് ട്രംപ് പറയുന്നത് നരേന്ദ്രമോദി എന്നെ സർ എന്നാണ് വിളിക്കുന്നതെന്നാണ്. He says, whenever I pick up the phone and call Mr. Narendra Modi says, yes sir, what can I do for you sir? ഡൊണാൾഡ് ട്രംപ് എന്താണെന്ന് പറയുന്നതെന്നറിയാം. എപ്പോൾ ഞാൻ ഫോൺ എടുത്ത് നരേന്ദ്രമോദിയെ വിളിച്ചാലും നരേന്ദ്രമോദി ഫോൺ എടുത്തിട്ട് യെസ് സർ, താങ്കൾക്ക് വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്നാണ് നരേന്ദ്രമോദി എന്നോട് പറയുന്നത്. Why? എന്തുകൊണ്ടാണിത്? Because of Epstein. എപ്സ്റ്റീൻ കാരണമാണ് ഇത് സംഭവിക്കുന്നത്. Because Narendra Modi's true character is hidden in the Epstein files. കാരണം നരേന്ദ്രമോദിയുടെ ശരിക്കുമുള്ള സ്വഭാവം എപ്സ്റ്റീൻ ഫയലുകളിൽ ഒളിഞ്ഞിരിക്കുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. Everybody knows the true character of the man. ഇദ്ദേഹത്തിന്റെ യഥാർത്ഥത്തിലുള്ള സ്വഭാവം എന്താണെന്ന് എല്ലാവർക്കും അറിയാം. The second reason is Mr. Adani. രണ്ടാമത്തെ കാരണം എന്ന് പറയുന്നത് മിസ്റ്റർ അദാനിയാണ്. Adani is not a normal company. അദാനി എന്ന് പറയുന്നത് ഒരു സാധാരണ കമ്പനിയല്ല. It is the financial system of the BJP. അത് BJPയുടെ സാമ്പത്തിക സംവിധാനമാണ് അദാനി. It's their system, it's their financial weapon. അത് അവരുടെ വ്യവസ്ഥയാണ്, അവരുടെ സാമ്പത്തിക ആയുധമാണ്.